നമ്മളുടെ മിനിസ്റ്റേഴ്സ് VIP ഇവരൊക്കെ ക്യാൻസർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഫ്ലൈറ്റ് എടുത്ത് ഏതെങ്കിലും ഒരു അമേരിക്ക പോലുള്ള ഒരു കൺട്രിയിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് സുഖമായിട്ട് തിരിച്ചു വരും. ഇത് കാണിക്കുന്നത് നമ്മളുടെ ഇവിടുത്തെ നാട്ടിലുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് ഇനാഡിക്വേറ്റ് ആയതുകൊണ്ടാണോ? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചികിത്സ, കേരളത്തിൽ എസ്പെഷ്യലി കിട്ടുന്ന ചികിത്സ, ഡോക്ടർമാരോടുള്ള ആക്സസ്, എത്രയും സ്പീഡിൽ ചികിത്സ തുടങ്ങാൻ പറ്റുന്നു, ഇതെല്ലാം വേറെ ഒരു രാജ്യത്തിലും നിങ്ങൾക്ക് കിട്ടില്ല. 100%. അത് കേരളം, അത് ഞാൻ പ്രൈവറ്റ് പബ്ലിക് ഒന്നുമില്ല, ഗവൺമെൻറ് ഒന്നുമില്ല, എല്ലാം ഈക്വൽ ഉണ്ട്. അത് അൺകമ്പയറബിൾ ആണ്. അത് നോട്ട് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, നത്തിങ്. ദിസ് ഇസ് അൺകമ്പയറബിൾ. അത് ഒന്ന്. അമേരിക്കയെ വെച്ച് നോക്കുമ്പം 99% ഓഫ് വാട്ട് ട്രീറ്റ്മെന്റ് വി ആർ ഗിവിങ് ഇസ് സ്റ്റാൻഡേർഡ്. 100%. അതും വേറെ കാര്യം. പിന്നെ സെലിബ്രിറ്റീസ് പോകുന്നത് അവരുടെ പ്രൈവസി, അവരുടെ പല വേറെ ആസ്പെക്ട്സുകൾ കാരണം കൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷെ നമ്മുടെ ട്രീറ്റ്മെന്റ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആണ്, അതിന് യാതൊരു സംശയവും. ആക്ച്വലി നമ്മുടെ ക്യാൻസർ ചികിത്സ എന്ന് പറയുമ്പം ഒരു ലോകത്തെല്ലാവിടെയും ഒരേ രീതിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ഓങ്കോളജിസ്റ്റിൻ്റെയും ആഗ്രഹം. അപ്പം നമുക്ക് ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്, ചട്ടക്കൂടുകൾ. അപ്പം ഇന്ന ക്യാൻസർ ഒന്നാമത്തെ സ്റ്റേജ് ആണെങ്കിൽ ഇന്ന ചികിത്സ കൊടുക്കണം എന്നതാണ് ആ ഗൈഡ് ലൈനിൽ ഉണ്ടാവുക. അപ്പം അത് അവിടെയും നമ്മൾ കൊടുക്കും, ഇവിടെയും കൊടുക്കും. അപ്പം ചികിത്സ കൊടുക്കുന്നതിൽ വലിയ വ്യത്യാസം ഇല്ല. പിന്നെ ആക്സസ് ടു സർട്ടൻ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ചില മരുന്നുകളുടെ ലഭ്യത അവിടെയും ഇവിടെയും നമുക്ക് വ്യത്യാസമുണ്ടാകും. കാരണം പല മരുന്നുകളും കണ്ടുപിടിക്കപ്പെടുന്നത് അമേരിക്കയിലൊക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ ഒരു മരുന്ന് മാർക്കറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറേ ഫേസ് സ്റ്റഡീസ് ഉണ്ട്. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, അപ്പോൾ ട്രയൽ ആയിരിക്കും. അപ്പം അങ്ങനത്തെ ട്രയൽസ് ഒക്കെയാണ് അവിടെ കൂടുതലുള്ളത്. അപ്പം ആദ്യം പഠനങ്ങളായിട്ട് വരുന്നത്, പഠനം സക്സസ് ആകുമ്പോൾ മാർക്കറ്റിൽ എത്തുന്ന സമയത്താണ് നമുക്കത് ആക്സസ് മിക്കവാറും കിട്ടുന്നത്. അപ്പം ഈ ഒരു വ്യത്യാസം അല്ലാതെ വേറെ അവിടുത്തെയും ഇവിടുത്തെയും തമ്മിൽ ചികിത്സയിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പ്രത്യേകിച്ച് ഏർലി സ്റ്റേജിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല.